സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന അധ്യായത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചോദ്യം ബോർഡിലുണ്ട്. നിങ്ങൾ ചോദ്യം നോക്കി എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. നോക്കാം. ചോദ്യം എന്താണ്? When each side of a square was reduced by 2 meter, the area became 49 square meter. What was the length of a side of the original square? ചോദ്യം, ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. There was a square and each side of square was reduced by 2 meter. അപ്പോൾ ഒരു സ്ക്വയർ അവിടെ ഉണ്ട്. സ്ക്വയറിന്റെ സൈഡ് എത്രയാണെന്ന് അറിയില്ല. നമ്മളറിയാം അൺനോൺ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പതിവ് പോലെ പറയും എക്സ് എന്ന വാല്യൂ കൊടുക്കാം. ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഒറിജിനൽ സ്ക്വയർ, സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. When each side of a square was reduced by 2 meter, ഓരോ വശത്തിന്റെയും നീളം 2 മീറ്റർ കുറഞ്ഞപ്പോൾ, when each side was reduced by 2 meter, 2 മീറ്റർ വീതം കുറച്ചപ്പോൾ പുതിയ വശം, ന്യൂ സൈഡ്, പുതിയ വശം എത്രയായി പറയാലോ നിങ്ങൾക്ക്. ഒറിജിനൽ ലെങ്ത് ഓഫ് സൈഡ് വാസ് x meter and each side was reduced by 2 meter. So the original length of side is x minus 2. 2 മീറ്റർ കുറച്ചു നടത്തും. Then എന്തു പറ്റി? The area became 49 square meter. The area of that square, area of the square with the side x minus 2 becomes 49 square meter. ഈ x minus 2 സൈഡ് ആയിട്ടുള്ള, അപ്പോൾ പുതിയ സ്ക്വയർ x minus 2 സൈഡ് ആയിട്ടുള്ള സ്ക്വയർ, ഈ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സോ x minus 2 സൈഡ് ഇൻറ്റു സൈഡ് ഓർ സൈഡ് സ്ക്വയർ, x minus 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. ഏരിയ 49 തന്നിട്ടുണ്ട്. x minus 2 ഹോൾ സ്ക്വയർ 49. x minus 2 ഹോൾ സ്ക്വയർ 49 ആണെങ്കിൽ x minus 2 എത്രയായിരിക്കും? അതായത് x minus 2 ഹോൾ സ്ക്വയർ 49. വേറെ വിധത്തിൽ പറഞ്ഞാൽ x minus 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് പറയാമോ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ 7ന്റെ സ്ക്വയർ മാത്രം ആണോ 49? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 7ന്റെ സ്ക്വയർ 49 ആണ്, സമ്മതിച്ചു. അതോടൊപ്പം തന്നെ നെഗറ്റീവ് 7ന്റെയും സ്ക്വയർ 49 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, പ്ലസ് ഓർ മൈനസ് 7ന്റെ സ്ക്വയർ ആണ് 49. മനസ്സിലായല്ലോ? x minus 2 ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 7 ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ therefore x minus 2 is equal to positive 7 ആകാം, or x minus 2 is equal to negative 7 ആകാം. ആദ്യത്തെ പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് വേണം തുടർന്നുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതുപോലെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം. x minus 2 7 ആണ്. അപ്പോൾ x minus 2 7 ആണെങ്കിൽ x എത്ര? മൈനസ് 2 അപ്പുറത്തേക്ക് പോകും. 7 plus 2 എത്ര? 9 സെന്റിമീറ്റർ എന്ന് ഒരെണ്ണം വന്നു. x minus 2 നെഗറ്റീവ് 7 ആണെങ്കിലോ നെഗറ്റീവ് 7 മൈനസ് 2 അപ്പുറം പോകുമ്പോൾ പ്ലസ് 2 ആയി. മൈനസ് 7 പ്ലസ് 2 മൈനസ് 5 സെന്റിമീറ്റർ. മൈനസ് 5 സെന്റിമീറ്റർ. നമുക്ക് ഏതെങ്കിലും ഒരു ലെങ്ത് നെഗറ്റീവ് പറയാൻ പറ്റുമോ? ലെങ്ത് നെഗറ്റീവ് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നെഗറ്റീവ് 5 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ the value of x or side of square, side of original square is 9 centimeter. കേട്ടോ, നമ്മുടെ ആൻസർ അവിടെയാണ് അവസാനിക്കുന്നത്. സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ. അപ്പോൾ ലാസ്റ്റ് എഴുതാം, therefore side of original square is equal to 9 centimeter. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 2 ആൻസറുകൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെയും നമുക്ക് എക്സ് വാല്യൂസ് പോസിറ്റീവും നെഗറ്റീവും കിട്ടി. അതിന് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് കളഞ്ഞുകൊണ്ട് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ ഈസ് 9 സെന്റിമീറ്റർ എടുത്തു. കണ്ടോ, ആ ചോദ്യം പിടികിട്ടിയല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെൻ സൈഡ് ഓഫ് സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2, ഈ 9 എന്ന് പറഞ്ഞപ്പോൾ 9 എന്ന വശം 2 കുറച്ചപ്പോൾ എത്രയായി? 7 ആയി. ദാറ്റ് ഏരിയ ബിക്കംസ് എത്ര? 49. ഏരിയ ഓഫ് ദ സ്ക്വയർ ബിക്കെയിം 49. അപ്പോൾ 9 ആയിരുന്നത് 2 കുറഞ്ഞ് 7 ആയി. 7ന്റെ സ്ക്വയർ 49. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഇത്തിരി വിശദമായിട്ട് പറഞ്ഞു. ഇനി കുറച്ച് സ്പീഡിൽ പോകണം. നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അടുത്തതിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter wide path all around it. The total area of the ground and the path is 1225 square meter. What is the area of the ground alone?
ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന് ചുറ്റും കോൺസ്റ്റന്റ് വിഡ്ത്തില് ഒരു പാത്തുമുണ്ട്. എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter wide path all around it. ഒരു ഗ്രൗണ്ടിന്, ഇതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ടിന് ചുറ്റും 2 meter വീതിയിൽ 2 meter വിഡ്ത്തില് ഒരു പാത്തുണ്ട്. ഇങ്ങനെ ഒരു നടവഴിയുണ്ട്, പാത്തുണ്ട്. ഫിഗർ മനസ്സിലായല്ലോ. The total area of the ground and the path is 1225 square meter. അപ്പോൾ ഈ മൊത്തം ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രൗണ്ടിന്റെ മാത്രമല്ല, ഗ്രൗണ്ടിന്റെ ഏരിയ പ്ലസ് പാത്തിന്റെ ഏരിയ, ടോട്ടൽ ഏരിയ 1225. അപ്പൊ നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലെറ്റ് us take the side of ground, square ground is x meter എന്ന് എടുക്കാം. അപ്പൊ side of ground is equal to x meter എന്നെടുത്തു. width of path നമുക്കറിയാം. width of path എത്രയാണ്? width of path പറഞ്ഞേ 2 meter ആണ് width of path. എങ്കിൽ side of square including width of path, പാത്ത് ഉൾപ്പെടെ ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത്, പാത്തും ഗ്രൗണ്ടും ഉൾപ്പെടെയുള്ള ഈ സ്ഥലത്തിന്റെ വിഡ്ത്ത് എത്രയായിരിക്കും? Therefore side of ground and path, പാത്ത് ഉൾപ്പെടെയുള്ള ഗ്രൗണ്ടിന്റെ സൈഡ് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാമോ? ഇത് x ആയിരുന്നു, ഇത് 2 ആണ് എങ്കിൽ ഇത് എത്രയാവും? x+2 എന്ന് തെറ്റിദ്ധരിക്കരുത്. +2 ഒരു സൈഡിലേക്കാണ്. ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ x ആണ്, ഇങ്ങോട്ടൊരു 2 ഉണ്ട്, ഇങ്ങോട്ടും ഒരു 2 ഉണ്ട്. സോ ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത്ത് ഈസ് x+4 ആണ് കേട്ടോ. x+4 മീറ്റർ ആവും, x+4. ഇനി പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പാത്ത് ഈസ് 1225 സ്ക്വയർ മീറ്റർ എന്നാണ്. അപ്പോൾ മൊത്തം ഏരിയ, ടോട്ടൽ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് സ്ക്വയർ, അതായത് x+4 whole square, x+4 whole square is equal to 1225. കണ്ടോ, x+4 whole square is equal to 1225. ഇനി നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ ഒന്ന് ചിന്തിച്ച്, x+4 whole square is equal to 1225നെയും ഒരു സ്ക്വയർ ആക്കി എഴുതാം. എത്രയുടെ സ്ക്വയർ ആണ്? 1225. 1225 is the square of 35 അല്ലെ? 35ന്റെ സ്ക്വയർ ആണ്. പക്ഷേ 35ന്റെ മാത്രമല്ല, -35ന്റെയും, അതുകൊണ്ട് +or-35 whole square എന്ന് എഴുതാം. അപ്പൊ ഇവിടെ രണ്ട് വാല്യൂസ് എടുക്കണം. x+4 is equal to +35 എടുക്കാം, x+4 is equal to -35 എടുക്കാം. കേട്ടോ, ഈ രണ്ട് വാല്യൂസ് x+4 എന്നതിന് കിട്ടി, +or-35 രണ്ടും എടുത്താൽ x is equal to 35 - 4 31 എന്നും ആവും. x is equal to -35 - 4 is equal to -30 എന്നാണെന്നും ആവും. രണ്ട് വാല്യൂസ് കിട്ടി x. ഇതിൽ ഏതെടുക്കും? ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. +4 അങ്ങോട്ട് പോയപ്പോൾ -4 ആയി, ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് മാറിയപ്പോൾ +4 -4 ആയി. 35 - 4 is equal to 31 ആൻഡ് +4 അവിടെ പോയി. -35 ഓൾറെഡി ഈക്വൽ സൈനിന്റെ അപ്പുറം ഇരിപ്പുണ്ട്, അപ്പോൾ -35 -34 is equal to -39. അപ്പൊ ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടി, 31 -39. ഇതിൽ ഏതെടുക്കും? നമ്മൾ ഇതെടുക്കും. ഏത്? 31 ആണ് എക്സ് വാല്യൂ എന്ന് എടുക്കുള്ളൂ. കാരണം എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ആണ്. സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് നെഗറ്റീവ് ഒരിക്കലും ആകില്ല, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. therefore സൈഡ് ഓഫ് ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 31 മീറ്റർ ആൻഡ് നമ്മുടെ ചോദ്യം ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് എന്നാണ് ചോദ്യം. therefore ഏരിയ ഓഫ് ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു, ഗ്രൗണ്ടിന്റെ ഏരിയ 31 സ്ക്വയർ, സൈഡ് ടു സൈഡ് എത്രയാണ്? 961 സ്ക്വയർ മീറ്റർ. 961 സ്ക്വയർ മീറ്റർ is the area of ground. അതും പിടികിട്ടിയല്ലോ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. The square of a term in the arithmetic sequence 2, 5, 8, etc. is 2500. What is the position? What is its position? ചോദ്യം ഒന്നുകൂടെ.
the square of a term in the arithmetic sequence 2, 5, 8, etc. is 2500. What is its position? 2, 5, 8 എക്സെട്ര എന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ ഓഫ് എ ടേം ഇൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2500. ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ 2500 ആണ് എങ്കിൽ ഏതാണ് ടേം? വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? ആ ടേം പൊസിഷൻ ഏത്? അപ്പോ AP is, this is the arithmetic sequence. AS is, arithmetic sequence is 2, 5, 8, etc. ഇതിന്റെ ഏതോ ഒരു ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും nth ടേം എന്നാ പറഞ്ഞിരുന്നത് അല്ലെ? ഓൾജിബ്രിക് ഫോം ഒക്കെ പഠിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ nth ടേമിന്റെ സ്ക്വയർ അല്ലെ? സോ ഏതോ ഒരു ടേമിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് nth ടേം എന്ന് അസ്യൂം ചെയ്യാം. nth ടേമിന്റെ സ്ക്വയർ ആണ് 2500. അപ്പോ nth ടേം ഈസ് Tn or Xn എന്നൊക്കെ പറഞ്ഞു. പല ഫോമുകൾ നമ്മൾ പറഞ്ഞു. A+n-1 into d പറഞ്ഞു. ആ രീതിയിൽ A+n-1 into d എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ nth ടേം എഴുതിയാൽ Tn = A+n-1 into d, that is 2 + n-1 into 3. അതൊക്കെ അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ടേം 2 ആണ്, d എന്ന് പറഞ്ഞാൽ 5 - 2 3 ആണ്. കണ്ടോ? അപ്പൊ A+n-1 into d ഇതാണ് nth ടേം, ഓർ 2 + 3n-3 or 3n 2 - 3 - 1. So 3n-1 is the term. Which term? nth term. ഏതോ ഒരു ടേം ആണ് 3n-1. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ടേമിന്റെ സ്ക്വയർ 2500 ആണ്. സ്ക്വയർ ഓഫ് ദിസ് ടേം ഈസ് 2500. ദാറ്റ് ഈസ് 3n-1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500 എന്ന് തന്നിരിക്കുന്നു. ഗിവൺ 3n-1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500. അപ്പോ നമ്മൾ നേരത്തെ രണ്ട് പ്രോബ്ലത്തിലും ചെയ്ത പോലെ 2500നെ 50 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. പറഞ്ഞേ 3n-1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ എന്ന് എഴുതിയാൽ പോരാ, +or-50യുടെ സ്ക്വയർ ആണ് എന്നെഴുതാം. ഇനി ഇപ്പൊ രണ്ട് ആൻസറുകൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഹോൾ സ്ക്വയർ. അപ്പൊ ഈ സ്ക്വയർ മാറ്റിയാൽ 3n-1 ഈസ് ഈക്വൽ ടു +50, 3n-1 ഈസ് ഈക്വൽ ടു -50, or 3n ഈസ് ഈക്വൽ ടു 50 + 1, 3n ഈസ് ഈക്വൽ ടു 51, n ഈസ് ഈക്വൽ ടു 51/3, 17. പിടിയോ? നമുക്ക് പ്ലസ് ഓർ മൈനസ് വെച്ച് രണ്ട് ഇക്വേഷൻസ് ഇപ്പൊ കിട്ടും അല്ലെ? 3n-1 ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 3n-1 ഈസ് ഈക്വൽ ടു 50. 3n-1 50 ആണെങ്കിൽ പോസിറ്റീവ് 50 ഓർ 50 ആണെങ്കിൽ -1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി +1 ആയി. 3n ഈസ് ഈക്വൽ ടു 51 ആയി. n ഈസ് ഈക്വൽ ടു 51/3 അപ്പൊ 17 കിട്ടി. ഇനി അടുത്തയിലേക്ക് നോക്കുക. 3n ഈസ് ഈക്വൽ ടു -50 ഉണ്ടെന്നൊക്കെ പോകും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? n മീൻസ് നമ്പർ ഓഫ് ടേംസ്. വിച്ച് ടേം എന്നാണ്, ടേം പൊസിഷൻ ആണ് എഴുതുന്നത്. വിച്ച് ടേം, നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റിയില്ല അല്ലേ? 25ാം പദം എന്ന് പറയാം, അല്ലാതെ നെഗറ്റീവ് 25ാം പദം എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. പിടിയിട്ടില്ല. അപ്പോ n എത്ര? 17. സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? പൊസിഷൻ ഈസ് 27. പൊസിഷൻ ഓഫ് ദ ടേം ഈസ് 17. അതാണ് നമ്മൾ ഫൈനലായിട്ട് ആൻസർ എഴുതേണ്ടത്. പൊസിഷൻ ഓഫ് ദ ടേം ഈസ് 17. അതും പിടിയിട്ടിയല്ലോ കൂട്ടുകാരെ. നമുക്ക് നാലാമത്തെ ചോദ്യം കൂടി ഒന്ന് നോക്കാം. ചോദ്യം വായിക്കാം. 2000 rupees was deposited in a scheme in which interest is compounded annually. After 2 years, the amount in the account was 2205 rupees. What is the rate of interest? കണ്ടോ? അപ്പോ ഒരു ബാങ്കില് പണം നിക്ഷേപിച്ചു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കില് പണം നിക്ഷേപിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 2205 ആയി എങ്കിൽ എന്ത് ഇൻട്രസ്റ്റ് ആയിരിക്കും ബാങ്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പൊ ഇൻട്രസ്റ്റിന്റെ ഈ പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്. ഒരു ബാങ്കില് 2000 rupees ഡെപ്പോസിറ്റഡ്. അപ്പൊ നമ്മള് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഒരു ഫോർമുല അത് നമുക്കറിയാം. അതൊന്ന് ഓർമ്മ വെക്കണം. എന്താണ്? A is equal to P into 1 plus R/100 all raised to n. ഇതാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുന്ന ഫോർമുല. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത്.
A is equal to P into 1 plus R by 100 all raised to n, where P is the principal amount, deposited amount. എത്ര? rupees 2000. 2000 rupees ആണ് P. R is the rate of interest and N is the number of years. എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ്? After 2 years എന്നാണ് പറഞ്ഞത്. So N 2 ആണ്. And A is the amount. Amount after 2 years is 2205 rupees. ഇത്രയും കാര്യങ്ങളായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കാണേണ്ടത് R ആണ്. P ഉണ്ട്, N ഉണ്ട്, A ഉണ്ട്, R കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. കണ്ടോ? അപ്പൊ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Pക്ക് പകരം 2000 into 1 plus R by 100 all raised to 2 n ആണത് is equal to 2205. Just we have substituted the values of A, P and N. A is equal to P into 1 plus R by 100 all raised to N. ഇതാണ് A, ഇത് values N ന് പറയും. ഇനി ഈ 2000 ഇവിടെ ഇൻഡു ചെയ്തിരിക്കുന്ന അപ്പുറം കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാം. 1 plus R by 100 all raised to 2 is equal to 2205 by 2000. കണ്ടോ? ഇൻഡു ചെയ്തിരിക്കുന്ന അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു, അത്രേ ചെയ്തോളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് പോകും അല്ലെ? 1 plus R by 100 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2205 by 5 ഡിവൈഡ് ബൈ 5 അതാണ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 4 വന്നു, 441 വരും, താഴെ 400 എന്ന് വരും. കട്ടിങ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 5 ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ട് 2ന് 5 കൊണ്ട് കോമൺ ഫാക്ടർ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാം. അപ്പൊ ഇത് വന്നു. ഇത് നമ്മുടെ പഴയ ഫോമുല ആയാലോ പഴയ രീതിയിലൊക്കെ ആയാലോ എന്താണ്? ഇതിനെ സ്ക്വയർ ആക്കാം. ഇത് ഓൾറെഡി സ്ക്വയർ ആണ്. ആ രീതിയിൽ എഴുതിയാൽ 1 plus R by 100 whole square is equal to 441 is the square of 21 and 400 is the square of 20. അപ്പൊ 21 by 20 ആണ്, പ്ലസ് ഓർ മൈനസ് ആണ്, ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 plus R by 100 whole square is equal to plus or minus 21 by 20 whole square. Then cancelling the square. Cancelling the square means taking square root on both sides എന്നാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. അതായത് വെറുതെ വെട്ടിപ്പോകുന്നു എന്നൊന്നും കരുതരുത്, തെറ്റിദ്ധരിക്കരുത്. 2 വെട്ടിപ്പോയി എന്ന് കരുതരുത്. Cancelling means ഇവിടെ here we are taking the square root on both sides. രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഈ സ്ക്വയർ പോകും. അപ്പൊ എന്തായി മാറി? 1 plus R by 100 is equal to, ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 21 by 20. നമ്മൾ അവിടെ നെഗറ്റീവ് ഒന്നും എടുക്കാൻ പോകേണ്ട കാര്യമില്ല, വെറുതെ സമയം കളയണ്ട. കാര്യം എന്താ? ആറാണ് കാണാൻ പോകുന്നത്. ഇവിടെ 6 ചെയ്തു വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടാൻ പാടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നെഗറ്റീവ് ഒന്നും ഇല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിക്കണ്ട, നെഗറ്റീവ് എടുക്കണ്ട. R by 100 is equal to 21 by 20. R is 1 plus R by 100 is equal to 21 by 20. ഈ 1 ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ -1 ആയി, -1. So R by 100 is equal to 21 by 20 minus 1 എന്ന് പറഞ്ഞാൽ 20 by 20 എന്ന് എഴുതാം. 1 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഏതെങ്കിലും മെത്തേഡിൽ ഉപയോഗിച്ച് സബ്ട്രാക്ട് ചെയ്യാം. സോ R by 100 is equal to 21 by 20 minus 20 by 20. എത്ര? R by 100 is equal to 21 minus 21, 1 by 20. Therefore R is equal to 1 by 20. ഈ 100 അപ്പുറം പോകുമ്പോൾ into 100 ആവും, 100 by 25. മനസ്സിലായോ? ഈ ഭാഗങ്ങൾ സംശയമൊന്നും വേണ്ട കേട്ടോ, 1-2 തവണ നോക്കിയാൽ മതി നിങ്ങൾ. R by 100 is equal to 21 by 20 minus 1. ഈ +1 അപ്പുറം പോയി -1 ആയി. ഇനി ഈ -1 എന്ന് പറയുന്നത് 20 by 20 എന്ന് എഴുതി. എന്നിട്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ മൈനസ് ചെയ്ത് 21 minus 20 1 ആണ്, 1 by 20. സോ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 100 അവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 100 by 25 എന്ന് കിട്ടി. സോ R is equal to 5. നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. എന്താണ്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന ചോദ്യം നമുക്ക് ഫൈനലായിട്ട് ആൻസർ എഴുതാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് 5%. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾ ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അധ്യായം വളരെ എളുപ്പമാട്ടോ. പക്ഷെ ഓരോ ദിവസവും ചെല്ലുന്തോറും അല്പം പുതിയ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ബേസ് മുതൽ നിങ്ങൾ പഠിച്ച് പോകണം. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.